നോർമലി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അശുദ്ധിയെല്ലാം എല്ലാ മനുഷ്യരുടെ മുമ്പിൽ തുറന്നു കാട്ടി നമ്മളെ ലജ്ജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഹി എക്സ്പോസസ് ഇറ്റ് ടു ട്രാൻസ്ഫോം us and purify us. അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടായി നാം ശുദ്ധീകരിക്കപ്പെട്ട് രൂപാന്തരപ്പെടാൻ വേണ്ടിയിട്ട്. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാ പ്രേക്ഷകരെയും പുതിയൊരാഴ്ചയിലേക്ക്, പുതിയ എപ്പിസോഡുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മോർണിംഗ് ഗ്ലോറിയിലൂടെ നമ്മൾ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും കഴിഞ്ഞ 6 months ആയിട്ട് പാസ്റ്റർ പഠിപ്പിച്ച പല കാര്യങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളും അതിൻ്റെ വിവരണങ്ങളും എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓഡിയോ മെസ്സേജിലൂടെ, വീഡിയോയിലൂടെ, കമൻസിലൂടെ എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സോ വി ആർ സോ താങ്ക്ഫുൾ. ഒരിക്കൽ കൂടെ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ഇനിയും നിങ്ങളുടെ മെസ്സേജുകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഈ സമയത്ത് ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ രൂപത്തിലോ ഓഡിയോയിലോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു തരാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു എൻകറേജ്മെൻ്റ് ആണ്. അപ്പോൾ തന്നെ ഇനി നെക്സ്റ്റ് സീസൺ ഓഫ് മോർണിംഗ് ഗ്ലോറി, അടുത്ത 6 മാസങ്ങൾ എന്ത് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് എല്ലാത്തിൻ്റെയും ഒരു ധാരണ നമുക്കതിൽ നിന്ന് കിട്ടും. സോ താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടെ എല്ലാവരെയും മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകളിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി അതിശക്തമായ ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. നമ്മൾ തയ്യാറെടുക്കാം. നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യമായി എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ് ഉള്ളത്. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തി പറഞ്ഞതുപോലെ മുണ്ടക്കയം ബ്ലെസ്സിംഗ് സെൻറ്റർ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ കൂടുതൽ ആത്മാക്കൾ വന്നു ചേരുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അതിനുവേണ്ടിയുള്ള വാതിലുകൾ തുറക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ ബ്ലസ് ചെയ്യുന്നു. ഈ കുടുംബം മുഴുവനുമായി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ തൃശ്ശൂരിൽ നിന്ന് റൈൻറ്റോ ടി രാജൻ എന്ന് പറയുന്ന വ്യക്തി ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അടുത്തതായി താങ്ക് യു സോ മച്ച്. ജൂൺ 30 റൈൻറ്റോവിൻ്റെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ റൈൻറ്റോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് റൈൻറ്റോനും ഈ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് മകനെ ബ്ലസ് ചെയ്യുന്നു. മകൻ്റെ ലൈഫിൽ ഈ പുതിയ വർഷം ദൈവിക അനുഗ്രഹങ്ങൾ കർത്താവെ ഫോളോ ചെയ്ത് അതിൻ്റെ വലിയൊരു അണക്കെട്ട് തുറക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. ആത്മീയമായി കൂടുതൽ വളരുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ തൃശ്ശൂർ ബ്ലെസ്സിംഗ് സെൻറ്റർ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തൃശ്ശൂർ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ നിന്ന് കാണുന്ന വ്യക്തികൾ തീർച്ചയായും ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ അയക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സ്പോൺസേഴ്സിന് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിൽസിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ദൈവവചന ശബ്ദത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. പുതിയൊരാഴ്ച, എ ന്യൂ മോർണിംഗ് ഗ്ലോറി വീക്ക് ഇന്ന് ആരംഭിക്കുകയാണ്. സോ ഓൾ ആർ റിയലി വെൽക്കം. ആൻഡ് ഇന്നത്തെ നമ്മുടെ ജൂലൈ 6 മൺഡേയിലെ ഫോക്കസ് വേർഡ് ഫയർ ഓഫ് ദ സ്പിരിറ്റ്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണെന്ന്. ആത്മാവിൻ്റെ അഗ്നി. എല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക, ഫയർ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ അഗ്നി. എല്ലാവരും ടൈപ്പ് ചെയ്യുക. ഇത് നിങ്ങളുടെ അറ്റൻഡൻസ് ആണ്. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയിൽ നിങ്ങൾ ഹാജരുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതാണ്. അതുകൊണ്ട് ഈ രഹസ്യ ശിഷ്യന്മാരായി മറഞ്ഞൊന്നും ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെഞ്ച് വിരിച്ച് കർത്താവിന് വേണ്ടി അങ്ങ് നിൽക്കുക. അതുകൊണ്ട് ഇപ്പോൾ ലൈവായി കാണുന്നവർ, ഇതിന് ശേഷം കാണുന്നവർ, എന്ന് കണ്ടാലും ഞാനീ പറയുന്ന ഇതേ സമയത്ത് തന്നെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക, ഫയർ ഓഫ് ദ സ്പിരിറ്റ്. ഇത് ചെയ്ത സമയത്ത് നമ്മുടെ ആ ജെസ്ചർ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ആക്ഷൻ കൊണ്ട് നമ്മൾ ദൈവത്തോട് പറയാണ്, ദൈവമേ, എനിക്കും ആത്മാവിൻ്റെ അഗ്നി എൻ്റെ ജീവിതത്തിൽ വേണം. ശ്ലീഹാന്മാരുടെ മേൽ ഇറങ്ങി എന്നൊക്കെയല്ലേ നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ഇന്നത്തെ തലമുറയിൽ നമ്മളാണിത് ക്യാരി ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, ഇന്നത്തെ ഫോക്കസ് വേഴ്സ് ഹീബ്രൂസ് 12 and verse number 29. എബ്രായലേഖനം 12:29. Our God is a consuming fire. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി അല്ലോ. അതും ഇപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന്
നമ്മുടെ ബൈബിൾ ആപ്പിൽ നിന്നും ഇംഗ്ലീഷോ മലയാളമോ പെട്ടെന്ന് വാക്യങ്ങളൊക്കെ കോപ്പി ചെയ്യാൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് കോപ്പി ചെയ്ത് ഇതിലേക്ക് ഇടുക. ഗാഡ് ഈസ് എ കൺസ്യൂമിങ് ഫയർ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്കതിലേക്ക് പോകാം. ഡെക്ലറേഷൻ: ഹോളി ഫയർ റിഫൈൻസ് ആൻഡ് എംപവേഴ്സ് മീ ടുഡേ. ഇന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ അഗ്നി എന്നെ ശുദ്ധീകരിക്കുകയും എന്നെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധമായ അഗ്നി ഇന്ന് എന്നെ ശുദ്ധീകരിക്കുകയും എന്നെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. പാഷൻ ആൻഡ് പ്യൂരിറ്റി ഫിൽ മൈ ഹാർട്ട്സ്. ആവേശവും അഥവാ തീക്ഷ്ണതയും വിശുദ്ധിയും എൻ്റെ ഹൃദയത്തെ നിറയ്ക്കുന്നു. ഇനി ബൈബിൾ റീഡിംഗ് പ്ലാൻ അതേ പേജിലുണ്ട്, ദയവായി നോക്കി വായിച്ചിട്ട് ചെയ്യണേ. ഫയർ ഓഫ് ദ സ്പിരിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. 4 കാര്യങ്ങൾ ഞാൻ പറയുന്നു. നമ്പർ 1, കുറിച്ച് വെക്കുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ഗോഡ്സ് ഫയർ റിവീൽസ് ഹിസ് പ്രസൻസ്. ദൈവത്തിൻ്റെ അഗ്നി തൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു, വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ അഗ്നി തൻ്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ബൈബിൾ മൊത്തം നോക്കുവാണെങ്കിൽ ത്രൂ ഔട്ട് സ്ക്രിപ്ചർ ഫയർ ഓഫ്റ്റൻ അക്കംപനീഡ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്. ദൈവം എവിടെയെങ്കിലും വെളിപ്പെടുന്ന സമയത്ത് നമ്മൾ കാണുന്നത് തീയും കൂടെ ഉണ്ടായിരിക്കും. എവിടെ, സീനായ് മലയിലാകട്ടെ, ഈ സമാഗമന കൂടാരത്തിൽ, എവിടെ ദൈവം വെളിപ്പെട്ടാലും തീ കൂടെ ഉണ്ടായിരിക്കും. മരുഭൂമിയിൽ ഈ 30 ലക്ഷത്തോളം ആളുകൾ ഇങ്ങനെ ഒരു രാജ്യം മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചുറ്റുമുള്ള രാജ്യക്കാർക്ക് കാണാം അഗ്നി അവരോടൊപ്പം സഞ്ചരിക്കുന്നു. അപ്പോൾ മോസസ് എൻകൗണ്ടേർഡ് ഗോഡ് ഇൻ എ ബേണിംഗ് ബുഷ്. ഇതിൻ്റെ ഒക്കെ തുടക്കം ഒന്ന് ആലോചിക്കും. മോശെ ബേണിംഗ് ബുഷ്, മുൾപടർപ്പ് അല്ലേ, ഒരു വലിയ മുൾപടർപ്പിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അതിനെ കാണുന്ന കത്തുന്ന മുൾപടർപ്പ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കത്തുന്ന മുൾപടർപ്പ്. സ്മാർട്ടായിട്ടുള്ളവരൊക്കെ പെട്ടെന്ന് കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്യുക ബേണിംഗ് ബുഷ്. ഈ ബേണിംഗ് ബുഷ് എന്ന് പറയുമ്പോൾ നമ്മളതുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ തലമുറയിൽ ഒരു ബേണിംഗ് ബുഷായി മാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ മുൾപടർപ്പ് കത്തുന്നുവെങ്കിലും അത് ചാമ്പലാകുന്നില്ല, ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ സൂപ്പർ നാച്ചുറൽ ഫിനോമിനൺ. മോശയെ നോക്കുമ്പോൾ ഇതെന്ത് കാഴ്ച! പല സ്ഥലത്തും കാട്ടുതീ കണ്ടിട്ടുണ്ട്, നാട്ടുതീ കണ്ടിട്ടുണ്ട്, പല സ്ഥലത്തും കത്തി പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. കത്തിക്കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ബാക്കി ചാരം മാത്രം കാണും. ഇത് കത്തി അമർന്ന ചാരമാകണ്ടേ, ആകുന്നില്ല. ഇതായിരുന്നു മോശയെ അങ്ങോട്ട് ആകർഷിച്ചത്. അതുകൊണ്ട് പതുക്കെ പതുക്കെ മോശ അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴാണ് ശബ്ദം, മോശേ, നീ നിൽക്കുന്ന നിലം വിശുദ്ധമാകിയാൽ കാലിലെ ചെരുപ്പം കഴിച്ചോളാം. Because it was a holy ground. Israel was led by a pillar of fire. ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്രായേലിനെ നയിച്ചത് ഒരു അഗ്നിത്തൂണാണെന്ന കാര്യം മറക്കരുത്. സോ ദൈവം എവിടെ വെളിപ്പെടുന്നു അവിടെ അഗ്നി ഉണ്ടായിരിക്കും. കേൾക്കുന്നുണ്ടോ? ദൈവം എവിടെ വെളിപ്പെട്ടാലും അവിടെ ഒരു അഗ്നി ഉണ്ടായിരിക്കും. അഗ്നിയുടെ പ്രദർശനം ഉണ്ടായിരിക്കും. സഭ, വീട്, ശുശ്രൂഷ, ക്രൂസേഡ്, എവിടെയാണേലും അഗ്നി വെളിപ്പെടും. ദ ഡിസൈപ്പിൾസ് സോ ടങ്സ് ഓഫ് ഫയർ അറ്റ് പെന്തക്കോസ്റ്റ്. പെന്തക്കോസ്റ്റ് നാളിൽ ശിഷ്യന്മാരെന്താ കണ്ടത്? ശിഷ്യന്മാർ കണ്ടത് അഗ്നി നാവുകളാണ്. മാംസനാവുകളല്ല കാണുന്നത്, അഗ്നി നാവുകൾ കാണുന്നു. ചില ഈ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കാനുള്ള ചില ബൈബിൾ വചനങ്ങൾ പറയുകയാണ്. പുറപ്പാട് പുസ്തകം 3:2 ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അപ്പിയർഡ് ഇൻ ഫ്ലെയിംസ് ഓഫ് ഫയർ. യഹോവയുടെ ദൂതൻ, ദൈവത്തിൻ്റെ ദൂതൻ അവിടെ വെളിപ്പെടുന്നത് എങ്ങനെയാണ്? അഗ്നിജ്വാലയിലാണ് ദൈവദൂതൻ വന്ന് വെളിപ്പെടുന്നത്. എക്സഡസ് 13:21, പുറപ്പാട് ദിവസം 13:21 ദ ലോർഡ് ഗൈഡഡ് ദം ബൈ എ പില്ലർ ഓഫ് ഫയർ. ദൈവം അവരെ നയിച്ചത് അഗ്നിത്തൂണായിട്ടാണ്. ആക്ട്സ് 2:3-4, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 4 വരെ വായിക്കുമ്പോൾ ടങ്സ് ഓഫ് ഫയർ റെസ്റ്റഡ് ഓൺ ഈച്ച് ബിലീവർ. ഈ അഗ്നിനാവ് വന്നു, അവർ ദർശനം കണ്ടു പോയി എന്നല്ല, വന്നവരിലേക്ക് ഈ അഗ്നിനാവുകൾ പതിഞ്ഞു. എല്ലാവരും ഒന്ന് പറഞ്ഞ പതിഞ്ഞു. റെസ്റ്റഡ് എന്നാണ് പറയുന്നത്. അഗ്നിനാവ് അപ്പോൾ എന്തോ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു, എവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യുന്നുള്ളത്.
അവസാനം ഈ 120 പേരുടെ മേൽ ഈ അഗ്നിനാവുകൾ വന്ന് റെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഫയർ സ്പീക്സ് ഓഫ് എ ഗോഡ് ഹു ഇസ് നോട്ട് സൈലൻറ്റ്, പാസീവ് ഓർ ഡിസ്റ്റൻറ്റ്. അതായത് ഈ അഗ്നിനാവ് എന്താണത് കാണിക്കുന്നത്? അതായത് ശിഷ്യന്മാരുടെ മേൽ അഗ്നിനാവ് വരുന്നു. ഈ നാവിൻ്റെ രൂപത്തിൽ എന്തിനാണ് വന്നത്? മരുഭൂമിയിൽ ഈ അഗ്നി തൂണ് പോലെയാണ് വന്നത്. എൻ്റെ അർത്ഥം, ഞാൻ ഇവരുടെ പില്ലറാണ്, ഞാൻ മാറാത്തവനാണ്, ഞാൻ ഇവരെ കൊണ്ടുപോകും എന്ന് വെളിപ്പെടുത്തുന്ന രീതിയിൽ ആ രൂപത്തിൽ പ്രത്യക്ഷമായെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ഏത് രൂപത്തിലും നമ്മുടെ മുമ്പിൽ വരാം. മനുഷ്യൻ രൂപത്തിൽ വരാം, ദൂതന്മാരുടെ രൂപത്തിൽ വരാം, ഇതുപോലുള്ള ഏതെങ്കിലും നേച്ചറിലുള്ള ഏതെങ്കിലും രൂപത്തിൽ വരാം. അതിൻ്റെ അർത്ഥം ദൈവം ദൂതനാണെന്നല്ല, ദൈവം മനുഷ്യനാണെന്നല്ല, അതിൻ്റെ അർത്ഥം ദൈവം പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ശക്തിയാണെന്നല്ല. ഈ രീതിയിൽ വെളിപ്പെടുന്നേ ഉള്ളൂ. കാരണം ഗോഡ് ഈസ് ഗോഡ്. ദൈവം സർവശക്തനായതുകൊണ്ട് ഏത് രൂപത്തിലും നമ്മുടെ അടുക്കൽ വരാം. തിരിച്ചറിയാനുള്ള പ്രാപ്തി ഉണ്ടായാൽ മതി. ഇനി ഈ എന്തുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ട്? പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അഗ്നി നാവായിട്ട്, അഗ്നി തൂണായിട്ടല്ല, അഗ്നി നാവായിട്ട് വെളിപ്പെടാൻ കാരണം എന്താണ്? എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഐ എം എ സ്പീക്കിംഗ് ഗോഡ്. ഞാൻ സംസാരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൻ്റെ 4-ാം വചനത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത്, ആത്മാവ് അവർക്ക്, ഈ നാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ഒത്തിരി കൺഫ്യൂഷൻ അന്യഭാഷകളെക്കുറിച്ച് ക്രിസ്തീയ ലോകത്തിൽ തന്നെ ഉണ്ട്. ഇതെന്ത് പ്രതിഭാസം, ഇതിൻ്റെയൊക്കെ ആവശ്യം? നമുക്ക് മലയാളം അറിയാമല്ലോ, ഇംഗ്ലീഷ് അറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിന് അന്യഭാഷ പറയും? അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനല്ല അന്യഭാഷ. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 1-ാം വചനം മുതൽ അവസാനത്തെ വചനം വരെ വായിക്കുമ്പോൾ അന്യഭാഷകൾ എന്താണ്, എങ്ങനെ ഉപയോഗിക്കണം, പ്രവചനം എന്താണ്, എങ്ങനെ ഉപയോഗിക്കണം, ഇതേക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അതിൽ വ്യക്തമായി പറയുന്നൊരു കാര്യം, അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അഥവാ ദൈവത്തോട് നേരിട്ട് ദൈവത്തിൻ്റെ ഭാഷയിൽ, ആത്മീയ ഭാഷയിൽ, സ്വർഗീയ ഭാഷയിൽ, ദൈവത്തിന് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ, അഥവാ പിശാചിനോ അശുദ്ധാത്മാക്കൾക്കോ മനുഷ്യർക്കോ മനസ്സിലാകാൻ കഴിയാത്ത ഒരു കോഡ് ഭാഷയിൽ ദൈവവുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭാഷയാണ് അന്യഭാഷ. ഈ ഭാഷ വന്നത് അഗ്നിനാവുകൾ വന്നപ്പോഴാണ്. അതുകൊണ്ട് ഞാനിത് മനസ്സിലാക്കുന്നൊരു കാര്യം, അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒത്തിരി പേര് ഇന്ന്, കോടിക്കണക്കിന് പേർ ഈ ഭൂമിയിൽ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷകൾ സംസാരിക്കുന്നു. അവരുടെ മേലെല്ലാം എന്തുണ്ട് പറയാമോ? അഗ്നിനാവുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിനാവ് അവരുടെ മേൽ റെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്, പതിഞ്ഞതുകൊണ്ടാണ് ആ നാവാണ് സംസാരിക്കുന്നത്, ഈ നാവല്ല. അപ്പോൾ മനുഷ്യൻ്റെ നാവും ദൈവത്തിൻ്റെ അഗ്നിനാവും കൂടി ചേർന്നിട്ട് സംസാരിക്കുമ്പോഴാണ് ആത്മീയമായ ഭാഷ, സ്പിരിച്വൽ ടങ്സ്, അല്ലെങ്കിൽ പ്രെയർ ലാംഗ്വേജസ്, ഹെവൻലി ലാംഗ്വേജസ്, സ്വർഗീയ ഭാഷകൾ പുറത്തേക്ക് വരുന്നത്. അതിനെ പരിഹസിക്കരുത്, അതിനെ പുച്ഛിക്കരുത്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞ് മിണ്ടായിരുന്നാൽ മതി. പക്ഷേ അതിനുവേണ്ടി ദാഹിക്കുക. ദൈവം നിങ്ങൾക്കും, ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ഭാഷകൾ ഇതുവരെ കിട്ടിയില്ല, നോ പ്രോബ്ലം, ദിസ് ഇസ് ഫ്രീ. അതിനുവേണ്ടി പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല, സ്തോത്ര കാഴ്ച വേണ്ട, നിങ്ങൾ ദശാംശം കൊടുക്കണ്ട. ദിസ് ഈസ് ടോട്ടലി ഫ്രീ, ആബ്സല്യൂട്ട്ലി ഫ്രീ. ഈ സീനായി മലയിൽ ദൈവം അഗ്നിയിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അവിടെ ഇവർ താഴ്വാരത്തിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അഗ്നി കാണാം. അന്നത്തെ കാലത്ത് ഏതെങ്കിലും മൗണ്ടൻ ടോപ്പിൽ, ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ അഗ്നി കത്തിയാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ചുമ്മാ കത്തുമല്ല, കത്തിക്കുവാണ്. ആരെങ്കിലും ഒരാൾ കത്തിക്കുമ്പോൾ മിക്കവാറും അത് രാജാക്കന്മാർ കൊട്ടാരത്തിൽ നിന്ന് കൽപ്പന കൊടുത്തിട്ടുള്ള തീജ്വാലയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്തൊരു വലിയ ജയം നടന്നിട്ടുണ്ട്, യുദ്ധത്തിൽ ജയമോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത പറയാനുണ്ട്, ഒരു അനൗൺസ്മെൻ്റാണത്. എന്താണ് ഇവിടുത്തെ അനൗൺസ്മെൻറ്റ്? ഹെവൻ ഈസ് നിയർ, ഗോഡ് ഈസ് നിയർ, ഗോഡ് ഹാസ് കം ഡൗൺ. നിങ്ങളുടെ ഇടയിൽ വസിക്കുവാനായി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു എന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് നടക്കുകയാണ്. എവിടെ? സീനായി മലയുടെ മുകളിൽ. പെന്തക്കോസ്ത് നാളിൽ തീ ജ്വാല പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതാ നിങ്ങളിൽ, അന്ന് അവരുടെ ഇടയിൽ വസിച്ച ദൈവം ഇന്ന് നിങ്ങളിൽ, അഥവാ മനുഷ്യരുടെ അകത്ത്
വസിക്കുവാനായി ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. നമ്പർ 2, വേഗത്തിൽ പോകാം. ഗോഡ്സ് ഫയർ പ്യൂരിഫൈസ് വാട്ട് ബിലോങ്സ് ടു ഹിം. ദൈവത്തിനുള്ളതിനെ വിശുദ്ധീകരിക്കുന്നതാണ് ദൈവത്തിൻ്റെ അഗ്നി. ദൈവത്തിൻ്റെ അഗ്നി എന്ത് ചെയ്യും? ദൈവത്തിനുള്ളതിനെ ശുദ്ധീകരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഫയർ ഡസ് നോട്ട് മിയർലി കംഫർട്ട്, ഇറ്റ് ക്ലെൻസസ്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നല്ലേ ഇന്ന് നമ്മൾ പറഞ്ഞത്. സോ ഫയർ ഡസ് നോട്ട് മിയർലി കംഫർട്ട്. ഈ തീ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്നൊരു തീയല്ല. ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം, ഈ ദൈവത്തിൻ്റെ തീയുടെ പ്രധാന ഉദ്ദേശം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതായത് ഫയർ ഹാസ് ക്ലെൻസിങ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ റിഫൈനിങ് പ്രോപ്പർട്ടി, പ്യൂരിഫൈങ്, സാങ്ക്ടിഫൈങ് പ്രോപ്പർട്ടി. So many people want God's power, but God first desires holiness. എല്ലാവർക്കും ശക്തി വേണം, പക്ഷെ ദൈവത്തിൻ്റെ പ്രധാന ആഗ്രഹം, ശക്തി തരുന്നതിൽ ദൈവത്തിന് പിശുക്കൊന്നുമില്ല. പക്ഷെ ദൈവം ഒരു കാര്യം കൂടി ആഗ്രഹിക്കുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. മലഖായി ചാപ്റ്റർ 3 verse number 2 and 3. മലാഖി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 2-3 വായിക്കുമ്പോൾ he will sit as a refiner and purifier of silver. വെള്ളി ശുദ്ധീകരിക്കുന്നവനെ പോലെ, വെള്ളിയെ ഊതിക്കഴിക്കുന്നവനെ പോലെ, അതുപോലെ ശുദ്ധീകരണം നടത്തുന്ന അലക്കുകാരൻ്റെ ചാരവെള്ളം പോലെ എന്നൊക്കെ പറയും, ശുദ്ധീകരിക്കുന്നവനായി ദൈവം വെളിപ്പെടുന്നു. ഈ ഏശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-7 വചനങ്ങൾ കാണിക്കുമ്പോൾ ഒരു ഭയങ്കര സംഭവം അവിടെ നടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? എ ബേണിംഗ് കോൾ touched prophet Isaiah's lips. ഒരു ദൂതൻ അവിടെ വന്നിട്ട് യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് ഏശയ്യാവിൻ്റെ അധരങ്ങളിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്യും. കനൽ കൊണ്ടുവന്ന്, ഇപ്പോൾ ബാർബിക്യൂ അടുപ്പ്, അതിൽ നിന്നൊരു കനലെടുത്തിട്ട് ആരെങ്കിലും നിങ്ങളെ ചുണ്ടത്ത് കൊണ്ടുവന്ന് മുട്ടിച്ചാൽ എന്ത് ചെയ്യും? ഒരു സൗണ്ട് കേൾക്കും. അതൊക്കെ പെട്ടെന്ന് പൊള്ളി മാംസം കത്തിക്കരിയുന്നത് പോലെയുള്ളൊരു സൗണ്ട് കേൾക്കും. ഇതുപോലെ യേശയ്യാവിൻ്റെ ചുണ്ടുകളെ പൊള്ളിച്ചു. പക്ഷേ അതുവരെ യേശയ്യാവ് കരഞ്ഞുകൊണ്ടിരുന്നത് അതിങ്ങനെയായിരുന്നു, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിൽ ഞാൻ പാർക്കുന്നു. പ്രവാചകനാ, അഭിഷിക്തനാ, പക്ഷേ പെട്ടെന്നൊരു കുറ്റബോധം. ദൈവത്തിൻ്റെ വിശുദ്ധി കണ്ടപ്പോൾ തൻ്റെ അശുദ്ധിയെക്കുറിച്ച് തനിക്ക് ഓർമ്മ വന്നു. ദൈവത്തിൻ്റെ വിശുദ്ധി പലപ്പോഴും കാണാത്തത് കൊണ്ടാണ് നമ്മുടെ അശുദ്ധിയെക്കുറിച്ച് നമുക്ക് ബോധമില്ലാത്തത്. തീ വരുമ്പോൾ അശുദ്ധിയെല്ലാം വെളിപ്പെടുക മാത്രമല്ല, അത് ശുദ്ധീകരിക്കപ്പെടും. സങ്കീർത്തനങ്ങൾ 139 23-24 വായിക്കുമ്പോൾ, സെർച്ച് മീ യുവർ ഗാഡ് ആൻഡ് നോ മൈ ഹാർട്ട്. ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിഞ്ഞിരിക്കുന്നു, അഥവാ അറിയണമേ. ദൈവം ശോധന ചെയ്ത് നമ്മുടെ ഹൃദയത്തെ അറിഞ്ഞാൽ, ഹൃദയമാണ് ഏറ്റവും വിഷമമുള്ളതും കപടമുള്ളതും. അത് യിരെമ്യാവ് പറഞ്ഞു വെച്ച് 17-ാം അധ്യായത്തിൽ, ദ ഹോളി സ്പിരിറ്റ് ഡസ് നോട്ട് എക്സ്പോസ് ഇംപ്യൂരിറ്റി ടു ഷെയിം us. നോർമലി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അശുദ്ധിയെല്ലാം എല്ലാ മനുഷ്യരുടെ മുമ്പിൽ തുറന്നു കാട്ടി നമ്മളെ ലജ്ജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഹി എക്സ്പോസസ് ഇറ്റ് ടു ട്രാൻസ്ഫോം us ആൻഡ് പ്യൂരിഫൈ us. അതെന്തിനാണ് കർത്താവ് ഇത് പുറത്തു കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ, അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടായി നാം ശുദ്ധീകരിക്കപ്പെട്ട് രൂപാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെല്ലാം എല്ലാ ലോകത്തിനും വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഇവിടെ ജീവിക്കുക? എല്ലാവരും പോയി തൂങ്ങിച്ചാവും. നമുക്കാർക്കും ഇഷ്ടമല്ല. ഇത് നമ്മളും ദൈവമായിട്ടുള്ള കാര്യം. ദൈവം ആരെയും നാണം കെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ നമ്മൾ വെള്ളിപ്പണിക്കാരുടെ കാര്യം പറഞ്ഞല്ലോ. ഈ വെള്ളിപ്പണിക്കാർ അവർ ഈ വെള്ളി ഇങ്ങനെ ശുദ്ധീകരിച്ച കീടം അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്യൂരിറ്റീസൊക്കെ ഇങ്ങനെ കളഞ്ഞ് എപ്പോൾ വരെയാണ് ഇത് ശുദ്ധീകരിക്കുന്നത്? ശുദ്ധീകരിക്കുന്ന എപ്പോൾ വരെയാണെന്ന് ഞാൻ പറയാം. ശുദ്ധീകരിച്ച് ആ മെറ്റൽ, അതായത് ശുദ്ധീകരിക്കപ്പെടുന്ന വെള്ളി, ആ വെള്ളിയുടെ പീസിൽ തൻ്റെ മുഖം കാണണം. അതുവരെയാണ് ശുദ്ധീകരണം. ആ മെറ്റലിൽ
ഈ വെള്ളി ഊതിക്കഴിക്കുന്ന സിൽവർ സ്മിത്തിൻ്റെ ഫേസ് തെളിഞ്ഞു കാണുന്നത് വരെ അപ്പോഴാണ് അശുദ്ധി മാറി എന്നറിയുന്നത്. ഇതുപോലെയാണ് ദൈവം, അതായത് ഗോഡ്സ് ഗോൾ ഈസ് ടു സീ ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ് റിഫ്ലക്റ്റഡ് ഇൻ us. നമ്മിൽ ക്രിസ്തുവിൻ്റെ ഇമേജ്, ആ പ്രതിബിംബം, ആ ഛായ നമ്മിൽ വരുന്നത് വരെയാണ് ശുദ്ധീകരണം നടക്കുന്നത്. ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. ഇതിങ്ങനെ നടക്കും. നമ്പർ 3, ഗോഡ്സ് ഫയർ ഇഗ്നൈറ്റ്സ് സ്പിരിച്വൽ പാഷൻ. ദൈവത്തിൻ്റെ തീയ്, ദൈവത്തിൻ്റെ അഗ്നി നമ്മിൽ ആത്മീയമായ തീക്ഷ്ണതയെ ഉളവാക്കുന്നു. പൗലോസ് തിമോത്തിയോസിനോട് പറയാം, ഫാൻ ഇൻടു ഫ്ലെയിം ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കണം. കിൻഡിൽ ഓർ സ്റ്റെയർ അപ്പ്. ഫാൻ ഇൻടു ഫ്ലെയിം. ഫാൻ ഇൻടു ഫ്ലെയിം എന്ന് പറഞ്ഞാൽ തീ ഇങ്ങനെ കിടാൻ പോവുക, ചാരം മാത്രമുള്ള ആ സമയത്ത് എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ വീശി വീശി അല്ലെങ്കിൽ ഊതി ഊതി ഊതി, പണ്ടൊക്കെ ഇങ്ങനെ ഒരു തരം ഈ മുറം പോലുള്ള എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ വീശി 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 കുറേ നേരം കാറ്റടിപ്പിച്ച് കഴിയുമ്പോൾ അത് ഓക്സിജൻ സപ്ലൈ കൂടുതൽ വരുമ്പോൾ ചാരമൊക്കെ തെറിച്ച് പോയ ശേഷം പെട്ടെന്ന് അങ്ങ് കത്തും. ഇതാണ് ഫാൻ ഇൻടു ഫ്ലെയിം. വീശി 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 ചാരം ഊതിക്കളഞ്ഞ് കനൽ പുറത്തെടുത്ത് ആ കനലിൽ നിന്നും ജ്വാലകളെ പുറത്തു കൊണ്ടുവരും, കത്തി ജ്വലിക്കാൻ തുടങ്ങും. ഇതാണ് പൗലോസ് തിമോത്തിയോസിന് എഴുതുന്ന, മോനെ നിന്നിൽ ഓൾറെഡി ദൈവം കൃപകളെ പകർന്നിട്ടുണ്ട്, അതിനെ അങ്ങ് ജ്വലിപ്പിക്കുക. അതുകൊണ്ട് ഒത്തിരി പേർക്ക് പ്രയോജനം ഉണ്ടാവും. ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവരോടും പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ സംസാരിക്കുന്നത്, നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ദൈവം സംസാരിക്കുന്നത്, നിങ്ങളിൽ ദൈവം ഓൾറെഡി പകർന്നിട്ടുള്ള ദൈവത്തിൻ്റെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക. ഇത് പറയാൻ കാരണം, നമ്മിലുള്ള സ്പിരിച്വൽ പാഷൻ അഥവാ ആത്മീയമായ ആ തീക്ഷ്ണത, ആവേശം, അതിനെ കെടുത്തിക്കളയുന്ന ഘടകങ്ങളുണ്ട്. ഉദാഹരണത്തിന് ദിനചര്യകൾ, ഓരോ ദിവസത്തെ നമ്മുടെ ദിനചര്യകൾ, അതുപോലെ നമുക്ക് വരുന്ന നിരാശകൾ, നമുക്ക് വരുന്ന ഡിസ്ട്രാക്ഷനുകൾ, ഇതെല്ലാം പതുക്കെ പതുക്കെ നമ്മൾ പോലും അറിയാതെ അങ്ങ് തീ അണഞ്ഞു പോകും. എല്ലാവർക്കും സംഭവിക്കാം. എന്നാൽ ഫയർ ഓഫ് ദ സ്പിരിറ്റ് റീകിൻഡിൽസ് വാട്ട്? ലവ് ഫോർ ക്രൈസ്റ്റ്. എന്നാൽ ഈ തീ തിരിച്ചു വരുമ്പോൾ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം, ഹങ്കർ ഫോർ സ്ക്രിപ്ചർ. ഏറ്റവും നല്ലൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. തീ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ, ഇപ്പോൾ ദൈവവചനത്തിന് വേണ്ടി ഒരു വലിയൊരു വിശപ്പും ദാഹകത്തുണ്ടോ? ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കുന്നത് ഒരു ലഹരിയായി മാറുന്നുണ്ടോ? പഠിക്കണം. ബൈബിൾ കൂടുതൽ പഠിക്കണം. അത് പോയാൽ വിശപ്പ് കെട്ടു, തീ കെട്ടു, പാഷൻ തീർന്നു എന്നർത്ഥം. ഏറ്റവും സിമ്പിൾ ടെസ്റ്റാണ്. ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കാനുള്ള ആവേശം, മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയാൻ, ശുശ്രൂഷിക്കാൻ, ആത്മാക്കൾ പലരെ യേശുവിലേക്ക് കൊണ്ടുവരുവാനുള്ള ആ ദാഹം നഷ്ടപ്പെട്ടോ? ഇതൊക്കെയാണ് ഉണ്ടോ ഇല്ലെന്ന് അറിയാനുള്ള വഴി. റോമാലേഖനം 12:11 നെവർ ബി ലാക്കിംഗ് ഇൻ സീൽ ബട്ട് കീപ് യുവർ സ്പിരിച്വൽ ഫെർവർ. നിങ്ങൾ തീക്ഷ്ണതയിൽ, ആവേശത്തിൽ മടുപ്പില്ലാതെ നിങ്ങളുടെ ആത്മീയമായ ആ തീക്ഷ്ണതയെ നിലനിർത്താൻ പറയുന്നു. സാം 69:9. 69-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വചനത്തിൽ, സീൽ ഫോർ യുവർ ഹൗസ് കൺസ്യൂംസ് മീ. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. അല്ലെങ്കിൽ ആ തീക്ഷ്ണത, ആവേശം എന്നെ തിന്നുകളയുന്നു. അത് ചോദിക്കണം, കൂട്ടായ്മയെക്കുറിച്ച്, നിങ്ങളുടെ സഭയെക്കുറിച്ചൊരു പാഷനുണ്ടോ? അത് വെറുതെ ക്ലബ്ബിൽ പോകുന്ന പോലെ ഇങ്ങനെ പോയി വരുവാണോ ഞായറാഴ്ച? സഭ, കൂട്ടായ്മ, ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളം സന്തോഷിച്ചു. I was glad when they told me that let's go to the house of the Lord. നമുക്ക് ദേവാലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുക, ലൂക്കോസ് 24:32, were not our hearts burning within us? എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ തമ്മിൽ പറയാം, അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഹൃദയം കത്തുമായിരുന്നില്ലേ? ചോദിച്ചോട്ടെ, നിങ്ങൾ വചനം കേൾക്കുന്ന സമയത്ത് ഒരു കത്തലുണ്ടോ അകത്ത്? അതോ മടുപ്പാണ്? ഇപ്പം ഞായറാഴ്ച നിങ്ങളുടെ പാസ്റ്റർ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുക, ആ സമയത്ത് എപ്പോഴാണ് തീരുന്നതെന്നാവും,
വിശന്നിട്ടും പാടില്ല, ഇത് നിർത്തുന്നില്ലല്ലോ ഈ മനുഷ്യൻ എന്നാണോ ചിന്തിക്കുക? അതോ കുറച്ചുകൂടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആ വചനത്തിന് അകത്തൊരു ബേണിങ് നടക്കുന്നുണ്ടോ? പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, വചനം കേൾക്കുന്ന സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, എൻ്റെ അസ്ഥിയിലൊക്കെ കത്തുക എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. വചനം കേൾക്കുമ്പോൾ അകത്തൊരു റിയാക്ഷൻ ഇല്ലെങ്കിൽ, റെസ്പോൺസ് ഇല്ലെങ്കിൽ, കത്തലില്ലെങ്കിൽ തീർന്നു. കൊല്ലൻ അഥവാ ബ്ലാക്ക് സ്മിത്ത് അവർ ചെയ്യുന്നത്, പല പ്രാവശ്യം ഇത് തീ ചൂടാക്കി പിന്നെ വെള്ളത്തിലിട്ട് അതിനുശേഷം ഒരടിയും ഷേപ്പൊക്കെ മാറ്റിയ ശേഷം വീണ്ടും ഈ ഫേർണസിലിട്ട് വീണ്ടും ചൂടാക്കും. പല പ്രാവശ്യം ഓരോ പ്രാവശ്യം തീയിലിട്ട് കഴിയുമ്പോഴാണ് ഫ്ലെക്സിബിലിറ്റി വരുന്നത്. തീയിലിട്ട് റെഡ് ഹോട്ടായിരിക്കും മാത്രമേ അടിച്ചു കഴിഞ്ഞാൽ ഷേപ്പ് മാറുള്ളൂ. തണുത്ത ഉറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷേപ്പ് മാറില്ല. ഇതുപോലെ പലരും അവരുടെ തീ നഷ്ടപ്പെട്ടത് കൊണ്ട് ഇനി ഒരു രൂപാന്തരവും ഷേപ്പ് മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്പർ 4, the last one, God's fire empowers believers for service. ദൈവത്തിൻ്റെ അഗ്നി, ദൈവത്തിൻ്റെ തീയ് വിശ്വാസികളെ ശുശ്രൂഷയ്ക്കായി സജ്ജരാക്കുന്നു, അല്ലെങ്കിൽ ശക്തരാക്കുന്നു. ദൈവത്തിൻ്റെ തീ വിശ്വാസികളെ ശുശ്രൂഷയ്ക്കായി ശക്തരാക്കുന്നു. The fire at Pentecost was not given merely for an experience. പെന്തക്കോസ്ത് നാളിൽ വന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടി, ഇങ്ങനെ ഗൂസ് ബംസിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയല്ല ദൈവം പകർന്നത്. ഇറ്റ് വാസ് ഗിവൻ ഫോർ എ മിഷൻ. ലോകത്തിൻ്റെ അറ്റത്തോളം എത്തേണ്ട ഒരു ദൗത്യത്തിന് വേണ്ടി അത്രേ അവരുടെ മേൽ ദൈവം അഗ്നിയെ പകർന്നത്. നിങ്ങളുടെ ഉള്ളിൽ അഗ്നി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. യു ഹാവ് ഫയർ മീൻസ് യു ഹാവ് എ മിഷൻ. അപ്പോസ്തലപ്രവൃത്തികൾ 1:8 പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കും. 4:33 അവർ പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കരമായ ശക്തി ലഭിച്ചിട്ട് അവർ സാക്ഷികളായി. 1 തെസ്സലോനിക്കർ 1:5 അവർ ഗോസ്പൽ കെയിം വിത്ത് പവർ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ സുവിശേഷം നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയോടുകൂടിയായിരുന്നു. അപ്പോൾ ഫയർ that never leaves the altar eventually dies. അഥവാ ഒരു യാഗപീഠത്തിൽ ഇങ്ങനെ അഗ്നി കത്തിക്കൊണ്ടിരിക്കുക, അതാരും പകർന്നെടുക്കുന്നില്ല, അത് ഇമ്പാർട്ട് ചെയ്യുന്നില്ല, അത് പകരപ്പെടുന്നില്ലെങ്കിൽ, കുറേ കഴിയുമ്പോൾ അത് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ, ആ യാഗപീഠത്തിൽ നിന്ന് അഗ്നിയെടുത്ത് പല സ്ഥലങ്ങളിലേക്ക് തീ പടർത്തുന്നില്ലെങ്കിൽ, കുറേ കഴിയുമ്പോൾ ആ യാഗപീഠത്തിൽ നീ പതുക്കെ തീർന്നു പോവും, കെട്ടുപോകും. എന്നാൽ അനേക സ്ഥലങ്ങളിലേക്ക് പരത്താമെങ്കിലോ അവിടെ എല്ലാം അത് കത്തിക്കൊണ്ടിരിക്കും. ഇതാണ് മിഷൻ, ഇതാണ് ശുശ്രൂഷ. ഫയർ ദാറ്റ് സ്പ്രെഡ്സ് ബ്രിങ്സ് ലൈറ്റ് ആൻഡ് വാംത്ത് ടു അതേഴ്സ്. എന്നാൽ ഈ പടരുന്ന തീ, അവിടെ നിന്ന് കത്തിപ്പടരുന്ന തീ അവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലുള്ളവർക്ക് ചൂടും പ്രകാശവും നൽകുന്നു. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കൺക്ലൂഷൻ ഇതാണ്: ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ബോങ്കയൊക്കെ പറയുന്നു, ഗോഡ് ഈസ് നോട്ട് ലൈക്ക് ദ വാട്ടർമെലൺ ഇൻ യുവർ ഫ്രിഡ്ജ്. നിങ്ങളുടെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ പോലെയല്ല നമ്മുടെ ദൈവം. ഹി കംസ് ആസ് കൺസ്യൂമിങ് ഫയർ. അഗ്നിയായിട്ടാണ് അവൻ ഇറങ്ങി. എവിടെ അഗ്നി വന്നാൽ അതിൻ്റെ അർത്ഥം ദൈവം സന്നിഹിതനാണ്, ദൈവം വഴികാട്ടും, ദൈവം ശുദ്ധീകരിക്കും, ദൈവം സംസാരിക്കും. അതുകൊണ്ട് ആരുടെയെങ്കിലും ആവേശം, പാഷൻ, ഒരു കാലത്തുണ്ടായിരുന്ന ആവേശം, ഞായറാഴ്ച ഒന്ന് ആയാൽ മതി, അയ്യോ രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കണം, അയ്യോ ഒന്ന് പ്രാർത്ഥിക്കുക, ചിലരോട് സുവിശേഷം, ഇതൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് തിരിച്ചു പിടിക്കുക. കൈനീട്ടി, കർത്താവേ, കേട്ട ഓരോരുത്തർക്കുമായി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ അകത്ത് തീജ്വാല ഇപ്പോൾ കത്തിപ്പടരാൻ തുടങ്ങട്ടെ. അതവിടെ മാത്രം നിൽക്കാതെ പലരിലേക്ക് പടരട്ടെ, കത്തിപ്പടരട്ടെ, ഗ്ലോബലി പോട്ടെ. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ പകരം തലയുടെ ഒരു സൈഡിൽ മാത്രം ഭയങ്കര വേദന അനുഭവിക്കുന്ന ആരോ, അതുപോലെ തന്നെ മൈഗ്രെയിൻ മൂലം വളരെ പ്രയാസപ്പെടുന്നു, പ്രത്യേകിച്ച് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അതിശക്തമായ തലവേദന ഒക്കെ ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് പ്രയാസമുള്ളവർ, സ്പോണ്ടിലോസിസ് പോലെയുള്ള രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലിവർ സിറോസിസ് പോലെയുള്ള രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. ഞാൻ ചിലത് പറഞ്ഞെന്നേ ഉള്ളൂ, നിങ്ങൾ
നിങ്ങൾ ഈ പറഞ്ഞതിലൊന്നും നിങ്ങളുടെ രോഗമില്ലായിരിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾ സൗഖ്യമാകില്ല എന്നല്ല, നിങ്ങൾ വിശ്വസിക്കുക. യേശുവിൻ നാമത്തിൽ എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ യേശു സൗഖ്യമാക്കുന്നതിനായി നന്ദി. ഞാൻ പെട്ടെന്നൊരു കാഴ്ച കാണുന്നത്, നിങ്ങളൊരു നേഴ്സാണ്, നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ്, പക്ഷേ നിങ്ങൾ രോഗിയാണ്. ഏതൊരു നേഴ്സ് ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. ആമേൻ. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീ പടർത്തുന്നത് പോലെ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിലോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ കമ്മ്യൂണിറ്റികളിലൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എന്ത് പഠിച്ചു, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യുക, എല്ലാവരും അറിയിക്കുക. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ.